കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ആവർത്തന പുസ്തകം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളാണ്. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ദൈവം ഇസ്രായേലിന് നൽകിയ വിവിധ നിയമങ്ങളാണ് ആവർത്തനം 21 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. ആദ്യ നോട്ടത്തിൽ ഈ നിയമങ്ങൾ തമ്മിൽ ബന്ധമില്ലാത്തതും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുമായി തോന്നാം. എന്നാൽ അവയെല്ലാം ചേർന്ന് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. ദൈവം വിശുദ്ധനാണ്. ദൈവം മനുഷ്യജീവനെ വിലമതിക്കുന്നു. ദൈവജനങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായങ്ങൾ നീതി, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിപരമായ വിശുദ്ധി, സാമൂഹിക ഉത്തരവാദിത്വം, ആരാധന എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു. ജീവിതത്തിലെ ഒരു മേഖല പോലും ദൈവത്തിൻ്റെ പരിഗണനയ്ക്ക് പുറത്തല്ലെന്ന് അവ നമ്മെ പഠിപ്പിക്കുന്നു. 21-ാം അധ്യായം അറിയപ്പെടാത്ത കൊലയാളിയാൽ കൊല്ലപ്പെട്ട ഒരാളെക്കുറിച്ചുള്ള സംഭവത്തോടെയാണ് ആരംഭിക്കുന്നത്. ഏറ്റവും അടുത്ത പട്ടണത്തിലെ മൂപ്പന്മാർ ഒരു യാഗം അർപ്പിക്കുകയും തങ്ങൾ കുറ്റമില്ലാത്തവരാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും വേണം. ഇതിലൂടെ മനുഷ്യജീവൻ വിശുദ്ധമാണെന്നും അനീതിയെ നേരിടുന്നതിൽ സമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ടെന്നും ഇസ്രായേൽ പഠിച്ചു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ഇവിടെ കാണാം. യുദ്ധ സാഹചര്യത്തിൽ പോലും സ്ത്രീകളെ മാന്യതയോടെ പരിഗണിക്കണമെന്നും അവരെ ചൂഷണത്തിനുള്ള വസ്തുവായി കാണരുതെന്നും ദൈവം പഠിപ്പിച്ചു. അവകാശ വിതരണത്തെക്കുറിച്ചുള്ള നിയമങ്ങളും മോശം നൽകുന്നു. ഒരു ഭാര്യയെ മറ്റൊരാളേക്കാൾ കൂടുതൽ സ്നേഹിച്ചാലും പിതാവിന് ആദ്യജാതൻ്റെ നിയമാനുസൃത അവകാശം നിഷേധിക്കാനാവില്ല. വ്യക്തിപരമായ പക്ഷപാതം ദൈവത്തിൻ്റെ നീതിയെ സ്വാധീനിക്കുന്നില്ല. മറ്റൊരു നിയമം മാതാപിതാക്കളുടെ അധികാരം നിരന്തരം തള്ളിക്കളയുന്ന മത്സരിക്കുന്ന മകനെക്കുറിച്ചാണ്. ദൈവം സ്ഥാപിച്ച അധികാരത്തിനെതിരായ തുടർച്ചയായ മത്സരവൃത്തി ഒടുവിൽ വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഈ അധ്യായം ഒരു മരത്തിൽ തൂക്കപ്പെട്ടവൻ ദൈവശാപത്തിന് കീഴാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. ഈ പ്രസ്താവന പ്രവചനാത്മകമായി യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാപമില്ലാത്തവനായിരുന്നിട്ടും ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ ശാപം തൻ്റെ മേൽ ഏറ്റെടുത്തു. പാപം കുറ്റവും ശാപവും കൊണ്ടുവരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതി എപ്പോഴും കരുണയാൽ സമതുലിതമാണ്. ഒടുവിൽ നാം അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് നമ്മുടെ ശാപം വഹിച്ചവൻ ക്രിസ്തുവാണ്. 22-ാം അധ്യായത്തിൽ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട പ്രായോഗിക നിയമങ്ങളുണ്ട്. നഷ്ടപ്പെട്ട വസ്തുക്കൾ അവയുടെ ഉടമസ്ഥർക്ക് തിരികെ നൽകാൻ ഇസ്രായേലിനോട് കൽപ്പിച്ചു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കാൻ അവർക്ക് അനുവാദമില്ലായിരുന്നു. അയൽക്കാരനോടുള്ള സ്നേഹം പ്രായോഗിക പ്രവർത്തനം ആവശ്യപ്പെടുന്നു. ബുദ്ധിമുട്ടിലായ മൃഗത്തെ സഹായിക്കാനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വീടുകളിലെ മേൽക്കൂരയിൽ കൈവരികൾ നിർമ്മിക്കാനും അവർക്ക് കൽപ്പന ലഭിച്ചു. ഇത് വ്യക്തിപരമായ ഉത്തരവാദിത്വവും മറ്റുള്ളവരുടെ സുരക്ഷയോടുള്ള കരുതലും പഠിപ്പിക്കുന്നു. പുരുഷൻ്റെയും സ്ത്രീയുടെയും വസ്ത്രധാരണ വ്യത്യാസങ്ങളെക്കുറിച്ചും വ്യത്യസ്ത വിത്തുകൾ, മൃഗങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ കലർത്തരുതെന്നുമുള്ള നിയമങ്ങളും ഇവിടെ കാണുന്നു. സൃഷ്ടിയിൽ ദൈവം ക്രമവും വ്യത്യാസങ്ങളും സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് ഇവ ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. വിവാഹത്തെയും ലൈംഗിക വിശുദ്ധിയെയും സംബന്ധിച്ച വിവിധ നിയമങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. വിവാഹം വിശുദ്ധമായിരിക്കണമെന്നും ബന്ധങ്ങൾ വിശ്വസ്തതയാലും പരിശുദ്ധിയാലും നിയന്ത്രിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിച്ചു. വിശുദ്ധി ആരാധനാ സമ്മേളനങ്ങളിൽ മാത്രം പരിമിതപ്പെട്ടതല്ല. ദൈനംദിന ഉത്തരവാദിത്തങ്ങളിലും ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും ധാർമ്മിക ജീവിതത്തിലും തൻ്റെ ജനങ്ങൾ അവനെ ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 23-ാം അധ്യായം ഇസ്രായേൽ സഭയിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗ്യതകളെയും സമൂഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളെയും വിവരിക്കുന്നു. ചില വിലക്കുകൾ ദൈവസന്നിധിയിൽ വരുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും വിശുദ്ധിയെ ലഘുവായി കാണാൻ പാടില്ലെന്നും ഇസ്രായേലിനെ ഓർമ്മിപ്പിച്ചു. ദൈവം തൻ്റെ ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്നതിനാൽ അവരുടെ പാളയം ശാരീരികമായി ശുദ്ധമായിരിക്കണം. ചെറുതായി തോന്നുന്ന ശുചിത്വ കാര്യങ്ങൾ പോലും ദൈവസാന്നിധ്യത്തോടുള്ള ബഹുമാനം പ്രകടമാക്കി. ഒളിച്ചോടിയ ദാസന്മാരെ പീഡിപ്പിക്കരുത്. അധാർമിക ആരാധന അനുഷ്ഠിക്കരുത്. ആവശ്യത്തിലായ സഹ ഇസ്രായേലിയരിൽ നിന്ന് പലിശ ഈടാക്കരുത്. ദൈവത്തോട് ചെയ്ത നേർച്ചകൾ നിറവേറ്റണം എന്നിങ്ങനെ ജനത്തോട് കൽപ്പിച്ചു. വിശന്ന യാത്രക്കാരോടുള്ള കരുണയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളോടെയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഒരാൾക്ക് മറ്റൊരാളുടെ വയലിൽ നിന്ന് ഉടനടി വിശപ്പ് തീർക്കാം. എന്നാൽ ഉടമയുടെ ഔദാര്യത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ദൈവജനങ്ങൾ വിശുദ്ധിയും സത്യസന്ധതയും കരുണയും വിശ്വസ്തതയും പ്രകടിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തൻ്റെ ജനങ്ങളുടെ ഇടയിൽ വസിക്കുന്നതിനാൽ അവരുടെ ജീവിതം അവൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കണം. ഈ അധ്യായങ്ങളിൽ നിന്ന് ഉള്ളതായ ദൈവശാസ്ത്രപരമായ പ്രാധാന്യം
ദൈവം ഓരോ മനുഷ്യജീവനെയും വിലമതിക്കുന്നു. നീതിയും കരുണയും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കേന്ദ്രമാണ്. വിശുദ്ധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളുന്നു. ആരാധന, കുടുംബം, ജോലി, ധാർമ്മികത, സാമൂഹിക ബന്ധങ്ങൾ ഇവയെല്ലാം ദൈവത്തിൻ്റേതാണ്. തൻ്റെ ജനങ്ങളിൽ ക്രമവും പരിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് വിശുദ്ധനാകിയാൽ തൻ്റെ ജനങ്ങളും ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ അധ്യായങ്ങളൊടുവിൽ യേശുക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരത്തിൽ തൂക്കപ്പെട്ടവൻ്റെ മേലുള്ള ശാപം നമ്മുടെ പാപങ്ങളെ വഹിച്ച് ദൈവത്തോടുള്ള അനുരഞ്ജനത്തിൻ്റെ വഴി തുറന്ന ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കുന്നു. മനുഷ്യൻ്റെ ജീവനെ വിലമതിക്കുകയും നീതി പിന്തുടരുകയും ചെയ്യണമെന്ന് ഈ അധ്യായങ്ങൾ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. മാത്രവുമല്ല, മറ്റുള്ളവരോട് കരുണയും ഉത്തരവാദിത്വവും പ്രകടിപ്പിക്കണം. ചിന്തകളിലും ബന്ധങ്ങളിലും പെരുമാറ്റത്തിലും പരിശുദ്ധി നിലനിർത്തണം. നമ്മുടെ വാഗ്ദാനങ്ങളെ മാനിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും വേണം. ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെന്നതിനാൽ നമ്മുടെ ജീവിതം വിശുദ്ധിയെ പ്രകടിപ്പിക്കണം. ക്രിസ്തീയ വിശ്വാസം ദേവാലയത്തിൽ പോകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദൈവത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും രൂപപ്പെടുത്താൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. എൻ്റെ ദൈനംദിന ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് വേർതിരിക്കുന്നുണ്ടോ? ക്രിസ്തു എൻ്റെ ശാപം വഹിച്ച് തൻ്റെ മഹത്വത്തിനായി വിശുദ്ധ ജനമായി ജീവിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു എന്ന സത്യത്തിന് ഞാൻ നന്ദിയോടെ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.